എൻ്റെ പേര് ആനിസ് ട്രിസ. ഞാൻ സെൻറ്റ് മേരീസ് സ്കൂളിലെ അധ്യാപികയാണ്. ഞാൻ ഷിൻസച്ചനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ചെറുപ്പം തൊട്ട് അറിയുന്നവരാണ്. എൻ്റെ വാർഡിലാണ്, ഞങ്ങളെല്ലാം ഒരു വാർഡിലുള്ള ആളുകളാണ്. അച്ഛനാകുന്നതിന് മുമ്പ് പിന്നെ ബ്രദറായിരുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഈ സ്കൂളിൽ വെച്ച് എപ്പോഴും അദ്ദേഹത്തെ കാണലുണ്ടായിരുന്നു. ലീവ് കിട്ടുമ്പോഴെല്ലാം ഈ സ്കൂളിലേക്ക് എപ്പോഴും ഓടി വരികയും ഇവിടുത്തെ ഓരോ അധ്യാപകരെയും കാണുകയൊക്കെ ചെയ്യുകയും കുശല അന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്വഭാവം. ഇനി അവരെ കണ്ടിട്ടില്ല എങ്കിൽ ആ അധ്യാപകരുടെ വീട്ടിൽ പോയി അവരുമായിട്ട് ആ സൗഹൃദം പങ്കുവെക്കുന്ന ആ നല്ല നാളുകൾ ഞാൻ ഓർക്കുകയാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു പ്രയർ ഗ്രൂപ്പിൽ കയറിയപ്പോൾ ഇവിടെ പഠിപ്പിച്ചിരുന്ന ഷേർലി ടീച്ചർ പറയുകയുണ്ടായി, സ്കൂളിൽ വന്നു കഴിയുമ്പോൾ എന്നെ കണ്ടില്ല എങ്കിൽ അച്ഛൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭവനത്തിൽ കയറുമായിരുന്നെന്നും ക്ഷേമാന്വേഷണമൊക്കെ നടത്തുമായിരുന്നു. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന നന്ദന സാറൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് നല്ലൊരു മോനാണ്, അവനൊരു അഹങ്കാരം ഇല്ലാത്തവനാണ്, നന്നായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു വാർഡിലെ അംഗമാണെന്നല്ല, എൻ്റെ മക്കളുമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു. എപ്പോഴും അവരുമായിട്ട് കൂട്ടുകൂടി പിന്നെ ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും ഒരു ക്ഷേമാന്വേഷണവും ആ സ്നേഹബന്ധം ഒരിക്കലും ഇടതടവില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല ഒരു കുട്ടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിടുന്നതിന് മുമ്പ് പൊലിഞ്ഞു പോയ ഒരു പൂവ് എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ വേണ്ടിയില്ല. ഈ ദുഃഖത്തിൽ മാതാപിതാക്കളോടൊപ്പം നാട്ടുകാരോടൊപ്പം എൻ്റെയും വേദന ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. എൻ്റെ മക്കളുമായിട്ട് വലിയ കൂട്ടായിരുന്നു. അവർ നന്നായിട്ട് പള്ളിയിൽ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ തന്നെ ഇവരെ എപ്പോഴും വിളിക്കുകയും അവരുടെ ബർത്ത്ഡേ വിഷ് ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ അവർ സ്ഥലത്തില്ലാതിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം വീട്ടിലേക്ക് വരികയുണ്ടായി. അവരുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡിൽ ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞ് മക്കൾക്ക് കൊണ്ട് ആ കാർഡ് കൊടുത്ത രംഗങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ എപ്പോഴും ഒരു സ്നേഹബന്ധം ഹൃദയത്തിൽ എന്നും ഓർത്തു വെക്കാവുന്ന ഒരു ബന്ധം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. ആ വേർപാടിൽ വളരെയധികം അതെങ്ങനെയാണെന്ന് പറയുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റത്തില്ല. അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ.